ഹായ് അസ്സാം വലൈക്കും. ഇത് നമ്മുടെ അടുത്ത വ്ളോഗാണ്. നമ്മളൊന്ന് രാവിലെ കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു, സ്കൂൾ അടച്ചിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ആദ്യം പോയത് മുരിക്കുമ്പുഴ കായലാണ്. നമ്മളെ വീട്ടിന് അടുത്തുള്ള ഒരു കായലാണ് കേട്ടോ. നല്ല മനോഹരമായ, നല്ല പച്ചപ്പ് നിറഞ്ഞ് നല്ല ഒരു സ്ഥലമാണ്, വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആൾക്കാർ ചൂണ്ടയൊക്കെ പിടിച്ച് മീനൊക്കെ പിടിക്കും. പക്ഷെ നമ്മളതൊന്നും ചെയ്തില്ല. നമ്മളങ്ങോട്ട് പോയി നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഭാഗ്യമാണെന്ന് പറയാം, നല്ല ഒരു കോളങ്ങ് കൊണ്ട് ഇരുണ്ട് കയറി. പിന്നെ നമ്മൾ അവിടെയിട്ട് പെട്ടെന്നൊരു മഴയും വന്നു. പിന്നെ നമ്മൾ തിരിച്ച് കാറിലോട്ട് കയറി. അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയില്ല, ഈ ഒരു ടൈമിൽ വീഡിയോ എടുക്കുന്നത് ആക്കണ്ട മഴയായി. പിന്നെ തിരിച്ച് നമ്മൾ സെൻറ്റ് സേവിയേഴ്സ് തുമ്പയിൽ സൂര്യകാന്തി കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കാം, വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പറ്റിയില്ല. നമ്മൾ നിന്നൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല മഴയായി. നമ്മുടെ മെഹർ മോള് കാഴ്ചയൊക്കെ കാണുകയാണ്. മഴ വീണ് തുള്ളിയൊക്കെ കണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ അവിടെ എത്തി. ഇത് സേവിയറൻ കോളേജിൻ്റെ അങ്ങോട്ടാണ്. അങ്ങനെ നമ്മൾ സേവിയർ കോളേജിൻ്റെ അകത്ത് കയറി. ഇതാണ് ആരവം 2025 പുഷ്പ കാർഷിക മേള. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. വലിയ വെയിലും ചൂടൊന്നും ഇല്ലായിരുന്നു, കാരണം ഒരു കോള് കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഒരു മന്ദമായ ഒരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. അങ്ങനെ ഇച്ചിരുന്ന് കാര്യമൊക്കെ പറയാണ്. എന്താണ് ഇവിടെ അകത്ത് എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഇവിടെ അകത്ത് കയറി. ഇതാണ് ഫസ്റ്റ് നമ്മളകത്ത് കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ. നല്ല രസമായിരുന്നു, വൈബായിരുന്നു. നല്ല കാണാനൊക്കെ നല്ലൊരു കൺകുളിർമ നൽകും, നല്ലൊരു ഫീലാണ്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്ക് ഈ ഫ്ലവേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് അല്ലേ, അതേ ഒരു ഇതായിരുന്നു. കാരണം നമുക്ക് കണ്ണിലൊക്കെ നല്ലൊരു പോസിറ്റീവായിരുന്നു. മാഷാ അല്ലാഹ്, നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം അകത്ത് കയറുമ്പോൾ നമ്മൾ ആദ്യം സൂര്യകാന്തി ഒന്നുമല്ല കാണുന്നത്. ചെറിയ ചെറിയ പൂക്കൾ, നല്ല മനോഹരമായ പല നിറത്തിലുള്ള കളറുകളുള്ള പൂക്കളാണ് നമ്മൾ ആദ്യം കാണുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം മറിയവും നമ്മളെ പാത്തുവും ഐഷക്കുട്ടി, മറിയം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിതാ കാണുന്നത് ഒരു ചെടികളാണ്, ഒരു പൂക്കളൊന്നുമല്ല, ചെടികളാണ്. ഇത് സൂം ചെയ്താലേ അറിയാൻ പറ്റൂ. ഇനി മുളക് വല്ലതും ആണെന്നും അറിയാൻ വയ്യ, പച്ചക്കറികൾ അങ്ങനെ വല്ലതും ആണെന്നും അറിയാൻ വയ്യ. ചെടികളാണ് കാണുന്നത്. പിന്നെ അങ്ങോട്ടാണ് ഫ്ലവേഴ്സ് ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. ഇപ്പോൾ ഇത് ഫ്ലവേഴ്സാണ്. നല്ല രസമാണ് കേട്ടോ, പച്ചപ്പൊക്കെ നിറഞ്ഞ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ചെറിയ ജമന്തി പൂക്കളൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ ചെറിയ ഒരു മഴ പെയ്തു, എന്ന് വെച്ചാൽ തുള്ളിയായിട്ട് മഴ പെയ്തു. അപ്പോൾ കുഞ്ഞു വാവ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കുറേ നേരമായിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മാക്സിമം പെട്ടെന്നുള്ള വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോകുന്നതുകൊണ്ടാണ് ഹാങ് ആയി പോകുന്നത്. കണ്ടോ മനോഹരമായിട്ടുള്ള പൂക്കൾ കണ്ട. ഇതാണ് നമ്മൾ സേവിയർ കോളേജിൻ്റെ അവിടെയുള്ള ഒരു പുഷ്പമേള എന്ന് പറയുന്ന അവിടുത്തെ സംഭവങ്ങൾ. ജമന്തിപ്പൂ ഉണ്ട്, സൂര്യകാന്തിപ്പൂ ഉണ്ട്. ഇത് ജമന്തിയാണ്, മഞ്ഞ ജമന്തിയും ഓറഞ്ച് ജമന്തിയും ഒക്കെ. അങ്ങോട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും 2 സൈഡും ഉണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. കണ്ണിലൊക്കെ നല്ല ഫീലിംഗ് ആണ് കേട്ടോ. നല്ലൊരു ആ ക്ലൈമറ്റും. ചെറിയൊരു വെയിൽ വേണമായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്, പൂവിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ. ജമന്തിപ്പൂ കഴിഞ്ഞിട്ട് അടുത്തതാണ് സൂര്യകാന്തിപ്പൂ. ഇതാണ് സൂര്യകാന്തി. വലിയ സൂര്യകാന്തി അല്ലെങ്കിലും മീഡിയം സൂര്യകാന്തിയാണ്. കാണാനൊക്കെ വളരെ രസമാണ്.
ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ ഈ സൂര്യകാന്തിയിൽ വന്ന് തേൻ കുടിക്കുന്ന പൂമ്പാറ്റകളൊക്കെ കാണാൻ, തേനീച്ചയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കണ്ടോ. ഇങ്ങനെ അടുക്കിന് ഇങ്ങനെയാണ് സൂര്യകാന്തി നിൽക്കുന്നത്. മക്കളൊക്കെ ഇങ്ങനെ കാണുകയാണ് ഫ്ലവർ. നല്ല രസമാണ്, വൈബാണ്. അതുപോലെ തന്നെ ഇതാണ്ട് കണ്ടോ, നല്ല ക്ലൈമറ്റ് കണ്ടോ, ഒരു മന്ദതയാണ് ക്ലൈമറ്റ്. അങ്ങനെ പാത്തു, മിച്ചു, ഐഷുവിനെയൊക്കെ വീഡിയോ എടുക്കുന്നതിനെ പറ്റി ഹസ്ബൻഡ് പറയുകയാണ്. നമ്മുടെ മൂന്നാമത്തെ മോള് മെഹറു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആള് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുത്തായിരുന്നു. പിന്നെ കാണുന്നവരെല്ലാവരും നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക. എങ്കിൽ ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും. അതാണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. മഴത്തുള്ളി പെയ്തത് കൊണ്ട്, കുഞ്ഞു വാവയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓണ വെക്കേഷന് മക്കളൊക്കെ ആയിട്ട് വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസാണ്. അതാണ്ട് ജമന്തിപ്പൂ ഉണ്ടോ, നല്ല മനോഹരമായ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ്, നല്ല രസമാണ് നമ്മൾ തിരിച്ചു പോകുന്ന സ്ഥലത്ത്. അപ്പം ഏറ്റവും അവസാനത്തെ ഇതിലാണ് സൂര്യകാന്തി ഉള്ളത്. ആദ്യത്തേൽ ചെറിയ ചെറിയ പൂക്കളൊക്കെയാണ് കാണാൻ, പല നിറത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ എല്ലാവരും വെക്കേഷൻ ടൈമിലൊക്കെ മക്കളൊക്കെ ആയിട്ട് വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല വൈബ് സ്ഥലമാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഫ്ലവേഴ്സ് ആകുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. സേവിയർ കോളേജിൻ്റെ അവിടെയാണ്. ഓക്കെ, പിന്നെ ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ് മഴ പെയ്യുന്നത് കൊണ്ട്. മാഷാ അല്ലാ, അങ്ങനെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റി. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്യുന്നത് കൊണ്ട് മക്കളെ ഊഞ്ഞാലൊന്നും ഇരുത്താൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് ഫ്ലവറൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ കാണുകയാണ്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് ചെടികൾ ഇതാണ്, പിന്നെയാണ് സൂര്യകാന്തി ഉള്ളത്. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇത് സേവിയർ കോളേജിൻ്റെ അടുത്താണ്. സേവിയർ കോളേജിൻ്റെ അകത്താണ് ഈ പുഷ്പമേള നടക്കുന്നത്. വളരെ നല്ല ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പാത്തു ഇങ്ങനെ വ്ളോഗിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പാത്തു സംസാരിക്കാൻ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കയറാൻ പോകുന്ന ഫുഡ് പാർക്ക്. അപ്പോൾ അവിടെ പോവാൻ അപ്പോൾ നമ്മൾ ആദ്യം എത്തിയ ഫുഡ് പാർക്കിലാണ് കേട്ടോ. അപ്പോൾ വാപ്പച്ചി ഫുഡെല്ലാം സെലക്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റായിരുന്നു ബർഗർ. തിരിച്ച് നമ്മൾ ഇറങ്ങിയ സമയത്ത് നോക്കിയപ്പോൾ ഇതാ ഇരിക്കുന്നൊരു മാവേലി. ഓണമല്ലേ, അങ്ങനെ മാവേലിക്ക് ബുള്ളറ്റ് ഇരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി ഇനി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും.